എല്ലാവർക്കും ഹായ്. അപ്പോൾ ഇന്ന് റിലീസായിരിക്കുകയാണ് കൂലി. വലിയൊരു വെയിറ്റിംഗ് ആയിരുന്നു കൂലി. ലോകേഷ് കനകരാജിന്റെ കൂലി, രജനികാന്തിന്റെ കൂലി, നാഗാർജുനയുടെ കൂലി, അമീർ ഖാന്റെ കൂലി, എല്ലാ തരത്തിൽ നോക്കിയാലും ഒരു വമ്പൻ, ഇതുപോലൊരു സംഭവം ഉണ്ടോ എന്നറിയില്ല, ഒരു സൗത്ത് ഇന്ത്യ തന്നെ ഒരു വമ്പൻ സ്റ്റാർ കാസ്റ്റ്, ഒരു പാൻ ഇന്ത്യൻ ലെവലിൽ വന്ന ഒരു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ലോകേഷ് കനകരാജ് ഓരോ സിനിമ എടുക്കുമ്പോഴും അത് ഓരോന്നും ഒന്നിന്റെ മുകളിൽ വരും എന്നുള്ള പ്രതീക്ഷയിലാണ് കാണികൾ കാണാൻ പോകുന്നത്. അങ്ങനെ കൂലി നമ്മുടെ ലിയോയെക്കാളും വിക്രമിനെക്കാളും എല്ലാത്തിനേക്കാളും ഒരു പടി മുന്നിൽ നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് എല്ലാവരും പോയത്. ഞാനും ഒരു പരിധിവരെ അങ്ങനെയാണ് പോയത്. അതിന് കാരണം ട്രെയിലർ തന്നെയാണ്. ട്രെയിലറും ആ സോങ്ങും ഇതിന്റെയൊക്കെ മേക്കിങ്ങും മറ്റ് സംഭവങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാനും ഒന്ന് ഇംപ്രസ്ഡ് ആയി. ഒരു 70% പ്രതീക്ഷ, അല്ലെങ്കിൽ ഒരു 75% പ്രതീക്ഷയിലാണ് ഞാൻ പോയത്. അപ്പോൾ എങ്ങനെ ഇരുന്നു കൂലി എന്ന് ചോദിച്ചാൽ, കൂലിയെ പറ്റി പറഞ്ഞാൽ, കൂലി ലോകേഷ് കനകരാജിന്റെ ഒരു പാറ്റേൺ ഫിലിംസിൽ ഒരു വളരെ കുറച്ച് വ്യത്യസ്തമായ ഒരു ശൈലി ഫോളോ ചെയ്ത ഒരു സിനിമയാണ്. എനിക്കിത് കുറച്ചല്ല, നല്ലൊരു വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തു ആ സിനിമയിൽ. കാരണം അതിന്റെ പ്രധാന കാരണം ആ കഥ പറയുന്ന രീതിയാണ്. സാധാരണ നമുക്ക് വിക്രമിന്റെ കഥയായാലും ലിയോയുടെ കഥയായാലും കൈദിയുടെ കഥയായാലും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റും. ഒരു സിമ്പിൾ പ്ലോട്ടായിട്ട് നമുക്ക് ഒറ്റ ഇരിപ്പിൽ പറയാം. പക്ഷെ ഈ പടത്തിന്റെ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു സാധാരണ കഥയാണ് സംഭവം. പക്ഷെ ഇത് പറഞ്ഞിരിക്കുന്ന രീതി ഭയങ്കര ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഭയങ്കരമായ ഒരു ലിങ്കും സംഭവങ്ങളും എല്ലാം നിരന്ന് നിൽക്കുന്ന ഒരു ടൈറ്റ്ലി പാക്ഡ് ആയിട്ടുള്ള ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പടമായിട്ടാണ് എനിക്ക് തോന്നിയതല്ല, അങ്ങനെ തന്നെയാണ്. അതായത് സാധാരണ ലോകേഷിന്റെ ആക്ഷനും മാസും ഒക്കെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രതീക്ഷിച്ചു പോകുന്ന ഒരു കോമൺ ഒരു ലോക്കൽ ഓഡിയൻസിന്, അല്ലെങ്കിൽ ഒരു സാധാരണ ലെവലിൽ നിൽക്കുന്ന ജനറൽ ഓഡിയൻസിന് അത്രയ്ക്ക് അങ്ങ് ദഹിക്കുന്ന ഒരു പാറ്റേണിലല്ല ഈ സിനിമ വരുന്നത്. ഞാൻ പറഞ്ഞത് ഇത് ലോകേഷിന്റെ ഒരു ബ്രില്യൻസ് ആയിട്ട് പറഞ്ഞതല്ല. ഇത് ലോകേഷിന്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് തന്നെയാണ് എനിക്ക് സിനിമയിൽ തോന്നിയത്. ലോകേഷിന്റെ ഒരു പരാജയമായിട്ട് തന്നെയാണ് തോന്നിയത്. കാരണം സിനിമ കാണാൻ വരുന്നത് ഇതുപോലെ ഏറ്റവും സെലിബ്രേറ്റ് ചെയ്യപ്പെടുന്ന തമിഴിലെ ഒരു ഡയറക്ടർ, പിന്നെ രജനികാന്ത് മാത്രമല്ല സൗത്ത് ഇന്ത്യയിലെ പല പല പ്രമുഖ നടന്മാരും ഒക്കെ ഉള്ള ഈ ഒരു ഇങ്ങനെ ഒരു സിനിമ വരുമ്പോൾ അത് ഒരുപാട് സാധാരണ ഓഡിയൻസിലേക്ക് എത്തിച്ചേരുക എന്ന് പറയുന്നത് വലിയൊരു പോസിറ്റീവാണ് സിനിമയുടെ. ഇപ്പൊ ജയിലർ എന്ന് പറഞ്ഞ സിനിമ ഇത്രത്തോളം ഹിറ്റാവാൻ കാരണം ജയിലർ എല്ലാ തരം പ്രേക്ഷകരിലേക്കും പെട്ടെന്ന് എത്തിച്ചേരുന്ന രീതിയിലാണ് അതിന്റെ ഒരു കഥ പറച്ചിൽ രീതി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ്, അതിന്റെ ഒരു രീതിയാണ്, എല്ലാവർക്കും എല്ലാം മനസ്സിലാവും, ഒരിടത്തും കോംപ്ലിക്കേഷൻ ഇല്ലാത്തൊരു കഥ. പക്ഷെ ഇത് ആ ഒരു കാര്യത്തിൽ കൂലി ഒരു പരാജയം എന്ന് തന്നെ പറയാം. ആ പാറ്റേണിൽ നോക്കിയാൽ കൂലി ഒരു പരാജയമാണ്. സാധാരണപ്പെട്ട ഒരു വ്യക്തികൾക്കും അത് പെട്ടെന്ന്, അല്ലെങ്കിൽ ഇങ്ങനെ കപ്പലണ്ടി കുറച്ചുകൊണ്ടോ പോപ്കോൺ കഴിച്ചുകൊണ്ടോ പെട്ടെന്നിരുന്ന് കണ്ട് ടൈം പാസിന് വേണ്ടി കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പാറ്റേൺ അല്ല ആ സിനിമ ഫോളോ ചെയ്യുന്നത്. അതിൽ ഭയങ്കര കോംപ്ലിക്കേഷൻ ആണ്. അതായത് ഒരു സാധാരണ കഥയെ എങ്ങനെ നമുക്ക് മാക്സിമം ടൈറ്റ് ആക്കി കൺഫ്യൂസ് ആക്കി മാറ്റാം എന്ന് ഇദ്ദേഹം വിചാരിച്ചിട്ടുണ്ട്. അത് എല്ലായിടത്തും വർക്കൗട്ട് ആയിട്ടുണ്ടോ എന്ന് പറഞ്ഞാലില്ല. അത് പലയിടത്തും പരാജയപ്പെട്ടിട്ടുണ്ട്. പല ഭാഗത്തും ലിങ്കുകൾ ശരിയല്ല. അതിൽ ഏറ്റവും വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ആ സിനിമ അങ്ങനെ ആയി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രധാന ഉത്തരവാദി ലോകേഷ് കനകരാജ്. പിന്നെ റൈറ്റിംഗില് ഒരു ലോകേഷ് കനകരാജിന്റെ കൂടെ മറ്റൊരാളും കൂടെ ചേർന്നാണ് സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. തിരക്കഥയിൽ പറ്റുന്ന പരാജയം, പിന്നെ ഫിലോമിൻ രാജിന്റെ എഡിറ്റിംഗ്, ഈ 3 കാര്യവുമാണ് ആ സിനിമയെ ഇങ്ങനെയാക്കി മാറ്റിയത്. അതായത് സാധാരണ ഒരു തലച്ചോറിന് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിക്കല്ല, ഒരുപാട് സീനുകൾ തമ്മിലുള്ള ലിങ്കും കണക്ഷനും എല്ലാം ഭയങ്കരമായ ഒരു പരാജയമായി ആ സിനിമ മാറി. പെട്ടെന്നുള്ള ഒരു സാധാരണ തലച്ചോറിന് ദഹിക്കുന്ന പാറ്റേൺ അല്ല പടം. പക്ഷെ കഥ സിമ്പിൾ കഥയാണ്, രസകരമാണ്. പിന്നെ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് ഇഷ്ടപ്പെട്ടു പടം. അതായത് അതിന് വേറെ ചില ഫാക്ടേഴ്സ് ഉണ്ട്. ഒരു അടിപൊളി നല്ല മേക്കിംഗ് ആണ്, നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്. ലോകേഷിന്റെ എല്ലാ പടവും പോലെ തന്നെ നല്ല ക്വാളിറ്റി മേക്കിംഗ് ആണ്. പിന്നെ ആർട്ട് വർക്ക് നല്ലതാണ്. പിന്നെ എന്ത് പറയാൻ, നമ്മുടെ എല്ലാം വേണ്ടപ്പെട്ട ആളുകളൊക്കെ ഉണ്ട്. അതിൽ ആരൊക്കെ കിടിലമാണെന്ന് ചോദിച്ചാൽ രജനികാന്ത് എല്ലാത്തരം പോലെ ഈ പ്രായത്തിലും പുള്ളിക്കാരൻ്റെ എനർജി ഒട്ടും ഡൗൺ ആയിട്ടില്ല. എനിക്ക് ആ ഫസ്റ്റത്തെ പാട്ടിന്റെ ഡാൻസ് ഒക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, കിടിലമാണ്. പിന്നെ പാട്ട് എടുത്ത് പറഞ്ഞാൽ നമ്മളെ മോണിക്ക പാട്ടൊക്കെ ഭയങ്കര കാണാനും കേൾക്കാനൊക്കെ കിടിലമായിരുന്നു. അതിൽ നമ്മുടെ എടുത്തു പറയേണ്ടത് നമ്മളെ സൗബിന്റെ ഡാൻസ് ആണ്. സൗബിന്റെ ഡാൻസ് കിടിലമാണ്. അത് ചെയ്തത് സാൻഡി മാസ്റ്ററിന്റെ ഡാൻസ് ആണ്. സാൻഡി മാസ്റ്റർ നമുക്കറിയായിരിക്കും, ലിയോയിലെ മറ്റേ ചോക്ലേറ്റ് കോഫി ആ ടൈപ്പ് ആ പാർട്ടി ഉണ്ടല്ലോ, അദ്ദേഹമാണ് സാൻഡി മാസ്റ്റർ. അദ്ദേഹത്തിന്റെ ഡാൻസ് അതായിരുന്നു ഡാൻസ് കൊറിയോഗ്രാഫി ചെയ്തത്. അങ്ങനെ അത്
പിന്നെ മൊത്തത്തിൽ പടം എന്താണ് ഭയങ്കര സ്പീഡാണ്, ഒട്ടും ബോറടിക്കില്ല. എനിക്ക് ഒട്ടും ബോറടി ഫീൽ ചെയ്തില്ല, എന്റെ കണ്ണടഞ്ഞില്ല, നല്ല രീതിക്ക് തന്നെ എൻജോയ് ചെയ്ത് പോയി. പക്ഷെ പല ഭാഗത്തും അയ്യോ ഇതെന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് തോന്നിപ്പോയി. അതിനുള്ള കാരണം ഈ വഴിയെ പോകുന്ന പിച്ചക്കാരനെ പോലും സിനിമയിൽ എവിടെയെങ്കിലും ഒരു പ്രാധാന്യം കൊടുക്കണം എന്ന് ലോകേഷിന് വലിയൊരു വാശിയുണ്ട്. അങ്ങോട്ട് പോകുന്ന ഒരാളായാലും ഇങ്ങോട്ട് പോകുന്ന ഒരാളായാലും ആരായാലും സിനിമയിൽ എവിടെയെങ്കിലും ഒരു പ്രാധാന്യം കൊടുത്ത് ആ കഥയിൽ അനാവശ്യമായ ഒരുപാട് ക്യാരക്ടേഴ്സിനെ കുത്തിക്കയറ്റി ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി, പിന്നെ പല ഡയലോഗ്സും ക്ലിയർ അല്ല, ഇങ്ങനെയൊക്കെയുള്ള കുറെ വലിയ വലിയ പ്രശ്നങ്ങൾ സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ നീറ്റാണ്, മേക്കിംഗ് പക്കയാണ്. വേറെ നെഗറ്റീവായിട്ട് മേക്കിംഗ് ഭാഗത്തൊന്നും നെഗറ്റീവ് കാണാനില്ല. പിന്നെ പടത്തിന്റെ എൻഡൊക്കെ ആയപ്പോൾ തന്നെ സെക്കൻഡ് ഹാഫ് അല്ല, ഇടയ്ക്ക് കുറെ സീൻസ് ഒക്കെ ഒരുമാതിരി തീരെ വയ്യാത്ത ഒരു സെറ്റപ്പിലായി, മടുപ്പ് തോന്നുന്ന ഫീലിലൊക്കെ പോയി. പക്ഷെ എന്തോ പടത്തിന്റെ ഏറ്റവും വലിയ ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ അവസാനത്തെ ഒരു 20 മിനിറ്റൊക്കെ ആയപ്പോൾ പടം അങ്ങ് കയറി അങ്ങ് ഒരു എൻഡ് ഇങ്ങനെ അടുക്കുകയാണ്, അല്ലെങ്കിൽ സിനിമയുടെ ക്ലൈമാക്സ് ആണെന്ന് തോന്നിക്കുന്ന രീതിയിലുള്ള സീൻസ് ഒക്കെ വന്നു. അങ്ങനെ അവസാന സിനിമ കണ്ട് തീർന്നപ്പോൾ തന്നെ ഒരു കംപ്ലീറ്റ് ഒരു ഫീല് കിട്ടി, ഒരു സിനിമ കണ്ടുകഴിക്കുകയാണെന്നൊരു ഫീല് കിട്ടി. അതുകൊണ്ട് ഇങ്ങനെ കണ്ടുകഴിച്ച് വരുന്ന, നമുക്ക് പെട്ടെന്ന് അങ്ങനെ ചീത്ത വിളിച്ചിട്ട് കഴിച്ച് വരാൻ പറ്റുന്ന അങ്ങനത്തെ ഒരു പടമൊന്നുമല്ല, കുഴപ്പമില്ല. അവിടെയാണ് ഈ വേട്ടയ്യൻ എന്ന് പറഞ്ഞ സിനിമയൊക്കെ കടത്തി വെട്ടുന്ന കാര്യം ഇതാണ്. വേട്ടയ്യനിലൊക്കെ നമുക്ക് തുടക്കമൊക്കെ നന്നായിരുന്നെങ്കിലും എൻഡൊക്കെ മോശമായി പോയി. അതേപോലെ ഇതങ്ങനെ വന്നിട്ടില്ല. ഇതിന്റെ എൻഡ് നമുക്കൊരു തൃപ്തിയുണ്ട്, ഒരു നല്ലൊരു സിനിമ കണ്ടിറങ്ങി എന്നൊരു ഫീലുണ്ട്. ആ ഒരു പടത്തിന്റെ പോസിറ്റീവാണ്. പിന്നെ ഓരോരുത്തരെ അഭിനയം പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, രജനീകാന്തിന്റെ കാര്യം പറഞ്ഞു. പിന്നെ സൗബിനാണ് നമ്മുടെ പ്രധാന വില്ലൻ റോള് ചെയ്തിരിക്കുന്നത്. സൗബിന്റെ പെർഫോമൻസ് എനിക്ക് അത്ര അങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതേപോലെ വേറെ മെയിൻ വില്ലനാണ് നമ്മൾ നാഗാർജുനയ്ക്ക് പണ്ടും ഇപ്പോഴും അഭിനയം ശരിയായിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നടനാണ് നാഗാർജുന അക്കിനേനിയുടെ ലുക്ക് മാത്രം ഈ പ്രായത്തിനും പുള്ളിക്കാരൻ നല്ല മാസ് ലുക്കുണ്ട്. ആ ലുക്ക് വെച്ചിട്ടുള്ള കളി മാത്രമേ ഇതിൻ്റെ അകത്തുള്ളൂ. അഭിനയമൊക്കെ വളരെ മോശം. പിന്നെ ബാക്കിയുള്ള എല്ലാവരും സബ് ആർട്ടിസ്റ്റുകളൊക്കെ വലിയ കുഴപ്പമില്ല, എല്ലാവരും നല്ലോണം ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മളെ ഉപേന്ദ്ര കന്നഡയിലെ ഉപേന്ദ്ര കാണാനൊക്കെ ഈ പ്രായത്തിലും നല്ല ലുക്കാണ്. അവരുടെയൊക്കെ ഫിഗറൊക്കെ പക്കയാണ്. രജനീകാന്തിന്റെ സ്റ്റണ്ട് ആയാലും ഡാൻസ് ആയാലും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ശ്രുതി ഹാസൻ പലയിടത്തും ഓവറാണ്. കരയാൻ ആണെങ്കിൽ ഇതിനേക്കാൾ നല്ല നടിമാരെ കിട്ടുമായിരുന്നു. അപ്പോ ഇതൊക്കെയാണ് പറഞ്ഞത്. മൊത്തത്തിൽ പറഞ്ഞാൽ പടം ഒരു പന്നപ്പടം അല്ലെങ്കിൽ ഒരു മോശം പടം എന്ന് ഞാൻ എടുത്തടിച്ച പോലെ പറയില്ല. കാരണം നീറ്റായിട്ട് പടം ചെയ്തിട്ടുണ്ട്. ലോകേഷിന്റെ പടങ്ങളിൽ ഞാൻ പറഞ്ഞു ഏറ്റവും വ്യത്യസ്തത എനിക്ക് ഫീൽ ചെയ്തൊരു പടം. ഇത് കാണാൻ ചെന്നിരിക്കുമ്പോൾ നമ്മളൊരു കാര്യം ചിന്തിക്കണം. ഇത് ഒരു സാധാരണ പടം തുടങ്ങുന്ന മുതലേ വളരെ ശ്രദ്ധയോടെ തന്നെ ഇതിലെ ഓരോ സംഭവങ്ങളും കണ്ടാലേ നമുക്ക് ആളുകളുടെ പേരും ചില ലിങ്കുകളും ഒക്കെ മനസ്സിലാവുള്ളൂ. എല്ലാം തമ്മിൽ സീനുകളെ തമ്മിൽ കണക്ട് ചെയ്യാൻ നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർ പാടുപെട്ട ഒരു അവസ്ഥ പലയിടത്തും കാണുന്നുണ്ട്. ചില സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അത് മൊത്തത്തിൽ ദഹിക്കുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു കുഴപ്പമേ ഉള്ളൂ. പക്ഷെ എന്തോ സിനിമ കണ്ട് തീർന്നപ്പോൾ വലിയ കുഴപ്പമില്ല എന്ന് തോന്നി. വളരെ മോശം അഭിപ്രായം പറയാനൊന്നും പറ്റത്തില്ല. പക്ഷേ ലോകേഷിൽ നിന്ന് ഇതല്ല ആളുകൾ ഇപ്പോൾ പ്രതീക്ഷിച്ചത് എന്നതും ഒരു സത്യമാണ്. പിന്നെ നമ്മുടെ ഏറ്റവും പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്, അനിക്കുട്ടന്റെ അല്ലെങ്കിൽ അനിരുദ്ധിന്റെ മ്യൂസിക്കാണ്. എന്തുകൊണ്ടാണ് ഈ അനിരുദ്ധിനെ ഇതുവരെ ആളുകൾക്ക് മടുക്കാത്തത് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അനാവശ്യമായി ഇങ്ങനെ ഇത് മാത്രമേ പുള്ളിക്കാരൻ അറിയാമെന്ന് തോന്നുന്നു. ആവശ്യമുള്ളതിടത്തും ആവശ്യമില്ലാത്തടത്തും എല്ലാം ഒരേ പാറ്റേണിലുള്ള BGM ഇട്ട് വെറുപ്പിച്ച് തള്ളിയിട്ടുണ്ട്, മടുപ്പ് തോന്നിക്കുന്ന രീതിയിൽ. പിന്നെ അമീർ ഖാന്റെ റോള് ഗസ്റ്റ് റോള് പോലത്തെ റോളാണ്. അതിൽ അനാവശ്യമായി തോന്നിയ കുറച്ച് റോളുകളുണ്ട്. അതിൽ നമുക്ക് ഉപേന്ദ്ര എന്തിനായിരുന്നു, അമീർ ഖാൻ എന്തിനായിരുന്നു എന്നൊക്കെ തോന്നിപ്പോകും. എങ്കിലും കുഴപ്പമില്ല. പിന്നെ AIയില് നമ്മുടെ പഴയ രജനീകാന്തിനെ കാണിച്ചിട്ടുണ്ട്. അതിൽ ചില ആംഗിളിലെ കാണിക്കുമ്പോൾ നന്നായിട്ടുണ്ട്, മറ്റ് സ്ട്രൈറ്റ് ആംഗിളിലെ കാണിക്കുമ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല, മോശമായി തോന്നി. മൊത്തത്തിൽ ടെക്നിക്കലി പടം ആർട്ട് വർക്ക് നല്ലതാണ്, ക്യാമറ നല്ലതാണ്, ഡയറക്ഷനും നല്ലതാണ്. പല ലൊക്കേഷൻസ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ട്, എല്ലാ സീനും നല്ല ഇതായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എന്തോ ഒരു മൊത്തത്തിൽ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് കളി, ഒരു ഇതാണ്. സാധാരണ ഈ നമ്മുടെ ഡ്രഗ്സ് പരിപാടിയൊക്കെ കുറവാണ്. മെയിനായിട്ട് ഈ നമ്മളെ ബ്ലാക്ക് ഷീപ്പ് ടീമിലെ ബ്ലാക്ക് ഷീപ്പിനെ പിടിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കരാറുകൾ, ഒളിച്ചോട്ടം പരിപാടി, ഇങ്ങനെയുള്ള ഒളിച്ചുകളിയും പരിപാടികളൊക്കെയാണ് കൂടുതൽ. വില്ലന്മാരും എല്ലാം കൂടെ ഉള്ള കള്ളക്കളിയും കള്ളം പറച്ചിലും തരികട പരിപാടികൾ നമ്മൾ കുറെ പാറ്റേൺ കണ്ടിട്ടുള്ളതാണ്. പിന്നെ ഇത് മൊത്തത്തിൽ പിന്നെ ഒരു ഏറ്റവും പ്രധാന കാര്യം, ദയവ് ചെയ്ത് ഫാമിലിയെ ഈ സിനിമയ്ക്ക് കൊണ്ടുപോകരുത്. അത് A സർട്ടിഫിക്കേഷൻ ഉള്ള പടമാണ്. പടത്തിന്റെ ലെങ്ത് 169 മിനിറ്റാണ്, A സർട്ടിഫിക്കേഷൻ ആണ്. അതുകൊണ്ട് കുട്ടികളെയും സ്ത്രീകളുടെയും കൊണ്ടുപോകരുത് എന്ന് പറഞ്ഞത് വേറൊന്നും കൊണ്ടല്ല.
ഈ ടൈപ്പ് പടം ഇതൊരിക്കലും കുട്ടികൾക്ക് ദഹിക്കുന്ന ഒരു ടൈപ്പ് പടമല്ല. ഇതിലെ സ്റ്റൺസ് മാത്രം നമുക്ക് പിന്നെയും കണ്ടുകൊണ്ടിരിക്കാം, കുട്ടികൾ എൻജോയ് ചെയ്യുമായിരിക്കാം. പക്ഷെ അല്ലാതെ കുട്ടികൾക്ക് ശരിക്കും ഉറക്കം വരുന്ന രീതിയിലുള്ള ഒരു പോക്കാണ് കഥ പോകുന്നത്. ഒന്നും മനസ്സിലാകത്തില്ല. പൊതുവെ സ്ത്രീജനങ്ങൾ എന്ന് പറയുമ്പോൾ ഞാൻ 100% സ്ത്രീകളെയല്ല പറയുന്നത്, പൊതുവെ സ്ത്രീജനങ്ങളുടെ ആ ഒരു ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് ഞാൻ പറയുകയാണ്. അവർക്കും ഇതങ്ങനെ പൂർണ്ണമായി ദഹിക്കണമെന്നില്ല. പിന്നെ പ്രായമായവർക്ക് ഒട്ടും ദഹിക്കില്ല. അതുകൊണ്ട് ഇവരെയൊക്കെ അവോയ്ഡ് ചെയ്ത് നല്ല പയ്യന്മാർ അല്ലെങ്കിൽ നല്ല ഇത്തിരി ചിന്തിച്ച് കാണുന്ന അല്ലെങ്കിൽ ഡീപ്പായി സിനിമ കാണുന്ന ആളുകൾക്ക് വേണമെങ്കിൽ കാണാം. അല്ല, ചില അരോചകമായ കുറെ സംഭവങ്ങളൊക്കെ ഒഴിച്ചു നിർത്തിയിരുന്നെങ്കിൽ സിനിമ ഒരുപാട് നന്നാക്കാമായിരുന്നു എന്നെനിക്ക് തോന്നി. അപ്പോൾ ഇതാണ് കൂലിയെ പറ്റിയുള്ള എൻ്റെ അഭിപ്രായം. അപ്പോൾ ഏതുതരം ഓഡിയൻസിന് പറ്റി, എല്ലാത്തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയല്ല കൂലി എന്നുള്ളതാണ് സത്യം.